കാർഷിക മേഖലയിൽ സുസ്ഥിര വികസനം എന്ന സർക്കാർ നയത്തിന് കൈത്താങ്ങായത് കിഫ്ബിയാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കിഫ്ബി ധനസഹായത്തോടെ നിരവധി ജനകീയ പദ്ധതികളാണ് കാർഷിക മേഖലയിൽ നടപ്പാക്കാൻ കഴിഞ്ഞത്. മലയാള നാടിന്റെ നട്ടെല്ലാണ് കാർഷിക മേഖല. സാധാരണ ജനതയുടെ ജീവിതോപാധി. പ്രതിസന്ധിയിലായ കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്തുകയാണ് ഇടത് സർക്കാർ. കർഷകർക്കൊപ്പം നിൽക്കുന്ന സർക്കാരിന് കിഫ്ബിയുടെ സഹായം കൂടിയായപ്പോൾ കാർഷിക മേഖലയിൽ മികച്ച മുന്നേറ്റമാണ് സാധ്യമായത്. കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നൽകൽ, രോഗപ്രതിരോധ ശേഷിയുള്ള വിളകളുടെ വിതരണം, വളത്തിന്റെയും വിത്തുകളുടെയും സൗജന്യ വിതരണം, താങ്ങുവില ഉറപ്പാക്കൽ, തരിശിട്ട ഭൂമികളിൽ സർക്കാർ നേതൃത്വത്തിൽ കൃഷി, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം തുടങ്ങി കാർഷിക രംഗത്ത് സമഗ്രമായ ഇടപെടലാണ് ഇടത് സർക്കാർ നടപ്പാക്കുന്നത്. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കിഫ്ബിയുടെ സഹായം വളരെ വലുതായിരുന്നു. സാധാരണഗതിയിൽ പ്രൈമറി അഗ്രികൾച്ചറിന്റെ ഭാഗത്തു മാത്രമാണ് വകുപ്പും മറ്റുള്ളവരും ശ്രദ്ധിച്ചിരുന്നത്. സെക്കൻഡറി അഗ്രികൾച്ചറിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വിപണനം ഇതെല്ലാം പ്രാധാന്യത്തോടുകൂടി കാണുമ്പോൾ അതിനാവശ്യമായ മുതൽ മുടക്കും ഒരു പ്രയാസം നിറഞ്ഞ കാര്യമായിരുന്നു. കേരളം ഇന്നുവരെയും അങ്ങനൊരു കാര്യം ഏറ്റെടുത്തിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കിഫ്ബിയുടെ സഹായത്തോടു കൂടിയിട്ടാണ് അത്തരത്തിലൊരു പരിപാടിക്ക് തുടക്കം കുറിക്കാനായത്. കിഫ്ബി സഹായത്തോടെ കർഷകരെ സഹായിക്കാൻ കൃഷിവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് തൃശൂർ ജില്ലയിലെ കണ്ണാറയിലെ ബനാന ഹണി പാർക്ക്. 2021 ഫെബ്രുവരി 19 തൃശൂർ പട്ടിക്കാട്ടിൽ ബനാന ആൻഡ് ഹണി പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. തേനും വാഴപ്പഴവും സംഭരിക്കാനും കയറ്റുമതി ചെയ്യാനും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഭരണ പാർക്ക്. 20 കോടി രൂപ മുതൽ മുടക്കിലാണ് അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു മേഖലയിലെ കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്രദമാവുന്ന തരത്തിൽ കണ്ണാറയിൽ ബനാന ഹണി പാർക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. അത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമ്പോൾ ആയിരക്കണക്കായ കർഷകർക്ക്, പ്രത്യേകിച്ചും വാഴ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, ചങ്ങാലിക്കോടൻ പോലെയുള്ള പ്രമുഖമായ വാഴയിനങ്ങൾ കൃഷി ചെയ്യുന്നതിൽ പേരും പെരുമയുമുള്ള തൃശ്ശൂരിലെ കർഷകർക്ക് ഏറ്റവും വലിയ പ്രയോജനമായി അത് മാറുകയാണ്. കേരളത്തിലെ ആദ്യ അഗ്രി പാർക്ക്. ഇതിന്റെ ചുവട് പിടിച്ച് നിരവധി അഗ്രി പാർക്കുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കിഫ്ബിയുടെ കൈത്താങ്ങ് ഇത്തരം പദ്ധതികൾക്ക് വളരെയധികം സഹായകമാകുന്നു. ഇത്രയുമൊക്കെ പണം ഒന്നിച്ച് എടുക്കുക, വിനിയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വകുപ്പിന് പ്രയാസമുള്ള കാര്യമാണ്. ബജറ്റ് വഴി വകുപ്പിന് ലഭ്യമാകുന്ന പണം വിനിയോഗിച്ച് ഇത്തരത്തിലൊരു അഗ്രി പാർക്ക് സ്ഥാപിക്കുക എന്ന ഒരു ബുദ്ധിമുട്ടും പ്രയാസവും തരണം ചെയ്യാനായത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം കാര്യക്ഷമമാക്കുന്നതിലൂടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ല. കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം സാധ്യമാകണമെന്ന ഇടത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കാൻ കൃഷിവകുപ്പ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിനു പിന്നിൽ കിഫ്ബി അടിയുറച്ചു നിന്നതോടെ പദ്ധതിയിലേക്ക് അതിവേഗം കുതിക്കാൻ വകുപ്പിനായി. കർഷകന് മാത്രം അവന്റെ ഉൽപ്പന്നത്തിന് വിലയിടാൻ അവകാശമില്ല എന്നുള്ളതുകൊണ്ട് എപ്പോഴും വിപണിയെ ആശ്രയിച്ച് മാത്രമേ കർഷകന് നിൽക്കാൻ കഴിയുന്നുള്ളൂ. ആരൊക്കെയോ വില നിശ്ചയിക്കുന്നു, ആ വിലയ്ക്ക് കർഷകൻ അവന്റെ ഉൽപ്പന്നങ്ങൾ കൊടുക്കേണ്ടി വരികയാണ്. അതിന് പരിഹാരമാർഗം എന്നത് ആ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ വില നിശ്ചയിക്കാനുള്ള അവകാശം കർഷകർക്ക് കിട്ടുന്നു. അവിടെ എല്ലാ അർത്ഥത്തിലും ഉൽപ്പാദനത്തിന് ആവശ്യമായി വേണ്ടിവരുന്ന മുഴുവൻ ചെലവുകളും ലാഭവും കൂടി കണക്കാക്കി ഒരു വിൽപ്പന നടത്താൻ കർഷകന് കഴിയുകയും ചെയ്യും. ആ സെക്കൻഡറി അഗ്രികൾച്ചറിനെ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിപണനം എന്നിവയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഞങ്ങൾക്ക് അതിന് കിട്ടിയ ഏറ്റവും വലിയ കൈത്താങ്ങ് കിഫ്ബിയിൽ നിന്ന് ലഭ്യമായ ഈ സഹായം ആയിരുന്നു. മികച്ച പിന്തുണയുമായി കിഫ്ബി ഒപ്പം നിൽക്കുമ്പോൾ കൃഷിവകുപ്പ് ഉന്നതങ്ങളിലേക്ക് കുതിക്കുന്നു. കിഫ്ബി ഇതേപോലെ നിലനിൽക്കുമ്പോൾ കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് അത് വലിയ മുതൽക്കൂട്ടാവും വലിയ പിന്തുണയും പിൻബലവും ആയിത്തീരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. തീർച്ചയായിട്ടും കിഫ്ബിയിൽ നിന്ന് ഇത്തരത്തിൽ സാമ്പത്തിക സഹായം ഇനിയും ലഭ്യമായാൽ കേരളത്തിന്റെ നിരവധിയായ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ ആ പ്രദേശങ്ങളുടെ കാർഷിക വിഭവങ്ങളെയും വിളകളെയും അടിസ്ഥാനപ്പെടുത്തി ആധുനിക പാർക്കുകളും സംവിധാനങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഇതിലൂടെ കർഷകരുടെ വരുമാനത്തിന് വലിയ വർധനമുണ്ടാക്കുകയും ചെയ്യാൻ പറ്റും. ചേർത്തല മണ്ഡലത്തിലെ ഒറ്റമശ്ശേരിയിലെ കടലാക്രമണ പ്രശ്നം പരിഹരിക്കാൻ കൈത്താങ്ങായി നിന്നത് കിഫ്ബി. മാനത്ത് മഴക്കാറ് കണ്ടാൽ, കടലിന്റെ നിറം മാറുന്നത് കണ്ടാൽ മനസ്സ് പിടഞ്ഞിരുന്ന ഒറ്റമശ്ശേരിയിലെ ജനതയുടെ ആധികൾക്ക് പരിഹാരം കാണാൻ സർക്കാരിന് 23 കോടി 60 ലക്ഷം രൂപയാണ് കിഫ്ബി നൽകിയത്. ചേർത്തല മണ്ഡലത്തിലെ ഏറ്റവും സുപ്രധാനമായ ജനകീയ പ്രശ്നമായി ഒരു ജനപ്രതിനിധി എന്ന തരത്തിൽ ഞാനിവിടെ വരുമ്പോഴും ഉയർന്നു കേട്ടത് തീരവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയായിരുന്നു. ഞങ്ങളുടെ ഒറ്റമശ്ശേരിയിൽ അവിടെ
പുലിമുട്ടുണ്ടായിരുന്നില്ല, കടൽ ഭിത്തിയും ഉണ്ടായിരുന്നില്ല. കടൽ ഒന്ന് കലിതുള്ളിയാൽ ഒറ്റമശ്ശേരിക്കാരുടെ ഉള്ളം കിടുങ്ങുന്ന തരത്തിലേക്കാണ് ആ നാട് നിന്നിരുന്നത്. പണ്ടേ എല്ലായിടങ്ങളിലും കടൽ ഭിത്തി ഉണ്ടായപ്പോൾ പലവിധങ്ങളായ കാരണങ്ങളാൽ ആ ഭാഗത്തെ കടൽ ഭിത്തി ഉണ്ടായിരുന്നതേയില്ല. അതുകൊണ്ട് തീരത്തുണ്ടാവുന്ന അല്ലെങ്കിൽ കടലിലുണ്ടാവുന്ന ഏത് ചെറിയ പ്രശ്നങ്ങളുടെയും പേരിൽ, കാരണം ഒരു തിര ഒന്ന് ചെറുതായി ഇളകുമ്പോൾ പോലും നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിരുന്നു. ഒരു ജനപ്രതിനിധിക്ക് ഒരു വർഷം കിട്ടുന്ന പണം മൊത്തം വിനിയോഗിച്ചാൽ പോലും അത് നടപ്പിലാവുകയില്ല എന്ന തരത്തിലേക്ക് എത്തി. 5 കൊല്ലവും കിട്ടുന്ന പണം മുഴുവനും കൊണ്ട് നമുക്ക് വിനിയോഗിക്കാൻ മറ്റുള്ള പ്രദേശങ്ങളെ കൂടി കണക്കാക്കുകയും വേണം. അവിടെയാണ് ഒറ്റമശ്ശേരിയിലെ പുലിമുട്ട് നിർമ്മാണം. ഒറ്റമശ്ശേരിയിൽ എല്ലാ കാലത്തേക്കും ഒറ്റമശ്ശേരി നിവാസികളുടെ ഉള്ളിലെ കനൽ കെടുത്താൻ ഉപകരിക്കുന്ന തരത്തിൽ ഒറ്റമശ്ശേരിയെ സംരക്ഷിക്കണം എന്ന് ഞങ്ങൾ ആലോചിച്ചത്. എവിടെ നിന്ന് ഈ പണം കിട്ടുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടാണ്. ഒരിക്കലും നടക്കില്ലെന്ന് ജനങ്ങൾ കരുതിയിരുന്ന പാലം നിർമ്മാണങ്ങൾ സാധ്യമാക്കി മാജിക് കാണിച്ചതും കിഫ്ബി തന്നെ. നെടമ്പ്രക്കാട് വിളക്കുമരം പാലം യാഥാർത്ഥ്യമാക്കാനായത് കിഫ്ബി നൽകിയ സാമ്പത്തിക സഹായത്തിന്റെ ബലത്തിൽ. ഈ മണ്ഡലത്തിൽ നിരവധിയായ പാലങ്ങളുണ്ട്. തോടുകൾ, ചെറിയ ചെറിയ തോടുകളാൽ സമ്പന്നമാണ് ചേർത്തല മണ്ഡലം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞങ്ങൾക്ക് ഇരുമ്പ് പാലം ഉള്ളത്. ഇവിടെയാണ് ഞങ്ങൾക്ക് നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം ഉള്ളത്. നെടുമ്പ്രക്കാട് വിളക്കുമരം പാലത്തിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു. അരൂർ മണ്ഡലത്തെയും ചേർത്തല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശത്തെ ജനങ്ങളുടെ, ഇരു പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളുടെ ദീർഘവർഷങ്ങളായിട്ടുള്ള ആവശ്യവും ആഗ്രഹവുമായിരുന്നു നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം യാഥാർത്ഥ്യമാവുക എന്നുള്ളത്. പണത്തിൻ്റെ പരിമിതി കൊണ്ടാണ്, പണം ലഭ്യമാവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ആ പാലം പണി ഒരിക്കലും നടക്കാതെ ഇങ്ങനെ നിന്നത്. നടക്കുകയില്ല എന്ന് എല്ലാവരും കരുതി. പലരുടെയും പ്രമേയങ്ങളിലും പ്രസ്താവനകളിലും മാത്രമായി അത് ഒതുങ്ങി. അടുത്ത കാലത്ത് എങ്ങും നടക്കില്ല. കാരണം എവിടെയാണ് ഇത്രയും പണം വിനിയോഗിക്കാൻ കഴിയുക? ഓരോ മണ്ഡലത്തിനും ഇത്രയും കോടികൾ വിനിയോഗിക്കാൻ തീരുമാനിച്ചാൽ 140 മണ്ഡലങ്ങൾക്കും എവിടെ നിന്നാണ് പൈസ ഇതിനുവേണ്ടി ലഭ്യമാക്കാൻ പറ്റുക? ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ ആവശ്യം അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. അവിടെ ഇപ്പോൾ ഒറ്റമശ്ശേരിയുടെ പാലം പണി പൂർത്തിയായിരിക്കുന്നു. മെയ് മാസത്തിൽ ഔപചാരികമായി അത് തുറന്നു കൊടുക്കുമ്പോൾ ഇരു കരകളിലുള്ള ജനങ്ങൾക്ക്, ഇരു പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് എന്തൊരു ആഹ്ലാദമാണ്. ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പ്രദേശമാണിത്. പാലം പൂർണ്ണമായി തുറക്കുന്നതോടെ ചേർത്തല മണ്ഡലത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലും വലിയ കാൽവെപ്പാകും. 20 കോടി 30 ലക്ഷം രൂപ മുടക്കിയാണ് നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനിയും നിരവധിയായ പാലങ്ങളുണ്ട്. അതിലൊന്നാണ് ഇരുമ്പ് പാലം. ഇരുമ്പ് പാലത്തിന് ആവശ്യമായ പണം അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പണികളിലേക്ക് വളരെ വേഗം നീങ്ങുകയാണ്. ചേർത്തലയുടെ സഞ്ചാര സൗകര്യങ്ങൾ കാര്യക്ഷമമാക്കുന്നതിൽ കിഫ്ബിയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. മാറ്റത്തിന്റെ പുതിയ വികസന കുതിപ്പ് ചേർത്തലയിൽ പ്രകടമാണ്. നെടുമ്പ്രക്കാട് വിളക്കുമരം പാലത്തിന് കിഫ്ബി ധനസഹായം ലഭ്യമാക്കിയതുപോലെ തന്നെയാണ് ഇരുമ്പ് പാലത്തിനും കോടികൾ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് മുട്ടം ബസാർ, എട്ടുപുരക്കൽ റോഡും അവിടുത്തെ പാലവും. ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ഗഡുവായി 10 കോടി രൂപ അനുവദിച്ചും കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നിരവധിയായ പാലങ്ങളാണ് ചേർത്തല മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. സ്കൂളുകളിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഇടത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. കിഫ്ബിയുടെ കടന്നുവരവോടെ സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ മാറി. മികച്ച നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമായ സ്കൂളുകളുടെ കൂട്ടത്തിൽ ചേർത്തലയിലെ വിദ്യാലയങ്ങളും ഉൾപ്പെടുന്നു. 20 കോടിയോളം രൂപയാണ് ഈ മണ്ഡലത്തിൽ തന്നെ സ്കൂളുകൾക്ക് മാത്രമായി കിഫ്ബിയിൽ നിന്നും ലഭ്യമായത്. അതുകൊണ്ട് അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ക്ലാസ് മുറികൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിന് ഉറപ്പായിരിക്കുന്നു, ലഭ്യമായിരിക്കുന്നു. ആ പണികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ചിലയിടങ്ങളിൽ കെട്ടിടങ്ങൾ പൂർത്തിയായിരിക്കുന്നു പറയുമ്പോഴാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. ചേർത്തല താലൂക്ക് ആശുപത്രി വികസനത്തിനും കിഫ്ബിയുടെ സഹായമെത്തി. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ഈ ആശുപത്രി പരിമിതികളിൽ നിന്ന് കുതിച്ചുയർന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണമികവിന്റെ നേട്ടമായി. ആ നേട്ടം കൈവരിക്കാൻ സർക്കാരിനൊപ്പം നിന്നതും കിഫ്ബി തന്നെ. ഏതാണ്ട് 70 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് ചേർത്തലയിലെ താലൂക്ക് ആശുപത്രിയുടെ പണി ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാർന്ന കാര്യമാണ്. എത്ര വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു ഇത്രയും തുക ഒന്നിച്ചെടുത്ത് ഈ ഒരു സംവിധാനം ഒരുക്കണമെങ്കിൽ. എല്ലാ സംവിധാനങ്ങളോടും കൂടി, അത്യന്താധുനികമായ സംവിധാനങ്ങളോടുകൂടി ചേർത്തല താലൂക്കിൻ്റെ ആശുപത്രി ചേർത്തല പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഉയർന്നു പൊന്തിക്കഴിഞ്ഞിരിക്കുന്നു. കിഫ്ബിയുടെ ചിറകിലേറി വികസിത കേരളം കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നു. മാറ്റത്തിന്റെ പുതിയ കാലത്തിൽ കേരള ജനതയുടെ ജീവിത നിലവാരം മാറ്റിമറിച്ച് ഇനിയും കിഫ്ബി മുന്നോട്ട്. കിഫ്ബി ഇതേപോലെ നിലനിൽക്കുകയാണ് എങ്കിൽ നമുക്ക് 25 50 കൊല്ലങ്ങൾക്കപ്പുറം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇപ്പോൾ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവലാതികളും ഉയർത്തിക്കൊണ്ടിരുമ്പോൾ കേവലമായ
ഒരാഗ്രഹങ്ങൾ മാത്രമായി അത് ഒടുങ്ങാതെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ എല്ലാവർക്കും കഴിയുമായിരുന്നു. അത് ജനപ്രതിനിധികൾക്കും വലിയ ഒരു ഉപകാരപ്രദമായ കാര്യമാണ്. നാടിന്റെ സമസ്ത മേഖലയിലും ജനകീയ വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യസ്ഥാനത്തേക്കെത്താൻ കരുത്തു പകരുകയാണ് കിഫ്ബി.